പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു ആഴ്ചകൾക്ക് ശേഷം മാന്യ പ്രേക്ഷകരുമായി കർത്താവിൻ്റെ തിരുവചനങ്ങളെക്കുറിച്ച് ഒരുമിച്ച് പഠിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ കൃപകൾക്കായിട്ട് സകല മഹത്വവും ഞാൻ എൻ്റെ ദൈവത്തിന് നൽകുകയാണ്. മന്ന ചാനലിലൂടെയും യൂട്യൂബിലൂടെയും എൻ്റെ പ്രോഗ്രാം അടുത്തും അകലെയും വിദേശത്തുമൊക്കെ കാണുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും വരാമെന്ന് പറഞ്ഞ് കടന്നുപോയ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. ഇന്നത്തെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് എറണാകുളത്ത് നിന്നും ജീജയാണ്. ജീജയ്ക്ക് ഒരു ജോലി കർത്താവ് നൽകി. അനുഗ്രഹീതമായ എബനേസർ എന്ന് പറയുന്ന പാസ്റ്ററുടെ മകളാണ്. ഇപ്പോൾ എറണാകുളത്താണ് അവൾ ജോലി ചെയ്യുന്നത്. അവൾക്ക് അത് ലഭിച്ചതുകൊണ്ട് ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്യാനായിട്ട് എബനേസ് എന്ന് പറയുന്ന ഈ പാസ്റ്റർ ജീജയുടെ പിതാവ് അപ്രകാരം മകളുമായിട്ട് ബന്ധപ്പെടുകയും ആ പ്രോഗ്രാം ചെയ്യുവാൻ പ്രിയ മകള് പിതാവിന് അനുവാദം കൊടുക്കുകയും അപ്രകാരം ജീജയാണ് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ജീജയ്ക്കായും അവളുടെ പിതാവ് എബനേസ് പാസ്റ്റർ, സ്റ്റെല്ല പ്രിയ മാതാവ്, ഇനിയൊരു സഹോദരൻ കൂടെയുണ്ട്. പ്രിയ 4 പേരെയും ഓർത്ത് ഇന്ന് കേൾക്കേണ്ട ദൈവവചനത്തെ ഓർത്ത് മാന്യ പ്രേക്ഷകരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ ഈ നല്ല സായാഹ്ന സമയത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ. ഇന്നത്തെ ഈ വചനം ദൈവമേ സ്പോൺസർ ചെയ്തിരിക്കുന്നതായ ദൈവമേ ജീജയ്ക്കായി പ്രാർത്ഥിക്കുന്നു. പിതാവ് എബനേസ് പാസ്റ്റർ, മാതാവ് സ്റ്റെല്ല, അതുപോലെ തന്നെ കർത്താവ് പ്രിയ മകൻ ആ വാത്സല്യ കുടുംബത്തിനായിട്ട് പ്രാർത്ഥിക്കും. ഇത്രത്തോളം ദൈവം അവരുടെ ശുശ്രൂഷകളെ അനുഗ്രഹിക്കുന്ന പ്രിയ മകൾക്കും അവരുടെ ആഗ്രഹപ്രകാരം ഒരു ജോലി ദൈവം നൽകി. പ്രിയ മകൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന ഇടത്ത് കർത്താവിൻ്റെ സംരക്ഷണ വലയത്തിനുള്ളിൽ കാത്തു സൂക്ഷിക്കണം. അതിൽ നിന്നും കർത്താവ് ജോലിയൊക്കെ നല്ല പ്രൊമോഷനായി അനുഗ്രഹിക്കപ്പെട്ട മകളായിട്ട് കാണപ്പെടുവാൻ ദൈവം കൃപ ചെയ്യണം. അവിടുത്തെ ദാസനും ദാസിയെയും പ്രിയ മകനെയും എല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കണം. പ്രിയ മകളിലൂടെ 1000 കണക്കിന് ജനങ്ങൾ കർത്താവെ ഈ ദേശത്തൊക്കെയും ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ കൃപയിൽ ആ മകളെയും കുടുംബത്തെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകലരെയും ദൈവം അനുഗ്രഹിക്കണം. തുടർന്ന് എൻ്റെ ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവരെയും കാത്തു പരിപാലിക്കണം. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണം. ഞങ്ങൾ കേൾക്കട്ടെ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി 1 യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 5-ാം വാക്യത്തിൽ, എന്നാൽ ആരെങ്കിലും എൻ്റെ വചനം പ്രമാണിക്കുന്നു എങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. നാം അവനിൽ ഇരിക്കുന്നു എന്ന് ഇതിനാൽ നമുക്ക് അറിയാം. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ. വളരെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സായാഹ്ന സമയം മാന്യ പ്രേക്ഷകർക്ക് യൂട്യൂബിലൂടെ പ്രോഗ്രാം കാണുന്നവർക്ക് കൈമാറി തരുന്നത്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ വാക്യം വായിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. 1 യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യം, എന്നാൽ ആരെങ്കിലും എൻ്റെ വചനം പ്രമാണിക്കുന്നു എങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. നാം അവനിൽ ഇരിക്കുന്നു എന്ന് ഇതിനാൽ നമുക്കറിയാം. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ. അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. ഇവിടെ ഈ ആമേ സ്തോത്രം സായാഹ്ന സമയത്തിൽ
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ദൈവികാലോചന ആരെങ്കിലും, സ്തോത്രം, ഹല്ലേലൂയ, ഇന്ന വ്യക്തി എന്നല്ല, ആരെങ്കിലും, ദൈവമുണ്ടാക്കിയ ദൈവജനത്തിൽ ആരെങ്കിലും, ഹല്ലേലൂയ, ആരെങ്കിലും, ഈ ലോകത്തിൽ മനുഷ്യനായിരിക്കുന്നതിൽ ആരെങ്കിലും, ഹല്ലേലൂയ, ഇവിടെ പറയുന്നു അവൻ്റെ വചനം പ്രമാണിക്കുന്നു എങ്കിൽ, കണ്ടോ, അപ്പോൾ നമ്മൾ ദൈവമക്കളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളെ അതുപോലെ അനുസരിക്കുന്ന ഏതൊരു വ്യക്തിയാണ് ഈ ഭൂമുഖത്ത് ജീവിക്കുന്നത്, വ്യക്തമായി പറയുന്നു, അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു എന്നറിയാം. അപ്പോൾ നമ്മളെല്ലാവരും ദൈവമക്കളാണ്, എല്ലാവരും ദൈവമക്കളെന്ന് അഭിമാനിക്കുന്നവരാണ് എല്ലാം. പക്ഷേ ദൈവമക്കളെന്ന് പറയുന്നവർക്ക് ദൈവം തരുന്ന പ്രത്യേക ആലോചന എന്ന് പറയുന്നത്, ആമേൻ, ആരെങ്കിലും എൻ്റെ വചനം, അപ്പോൾ വചനം പ്രമാണിക്കുന്നവനാണ് സാക്ഷാൽ ദൈവത്തിൻ്റെ പൈതൽ. അത് നമ്മൾ മനസ്സിലാക്കണം. ദൈവദാസനെന്ന് എല്ലാവർക്കും പറയാം, ആമേ, സ്തോത്രം, കോട്ടും ഇതെല്ലാം ഒക്കെ ഇട്ട് അങ്ങ് പ്രസംഗിക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്യാം. പക്ഷേ ദൈവത്തിൻ്റെ പൈതലാരാണ്, അവൻ എപ്പോഴാണ് ദൈവത്തിൻ്റെ പൈതലായി തീരുന്നത്? വളരെ വ്യക്തമായി വേദപുസ്തകം നിങ്ങൾക്ക് കൈമാറി തരുന്നു. ദൈവത്തിൻ്റെ തിരുവചനങ്ങളെ പ്രമാണിക്കുന്നവനാണ്, അവനിലാണ് ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതാണ് കൊരിന്ത്യർ ലേഖനം, പത്രോസ് ലേഖനം. ദൈവം സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, ഹല്ലേലൂയ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവം സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം ദൈവം വിളിച്ചു വേർതിരിച്ചവർക്ക് സകലത് നന്മയ്ക്കായി വ്യാപരിക്കുന്നു. അപ്പോൾ ഇവിടെ വാസ്തവമായി ദൈവസ്നേഹം ആരിൽ തികഞ്ഞിരിക്കുന്നു എന്ന് നാം ചിന്തിക്കുമ്പോൾ ആൾറെഡി ഇവിടെ പറയുന്നത് അവൻ്റെ വചനം പ്രമാണിക്കുന്നവരിൽ മാത്രമാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളിൽ കടന്നു വരണമെങ്കിൽ, യേശു ക്രിസ്തു നമ്മളെ സ്നേഹിക്കണമെങ്കിൽ, വാസ്തവമായി യേശു ക്രിസ്തുവിൽ നമ്മൾ വളരണം. യേശു ക്രിസ്തുവിൻ്റെ വചനപ്രകാരം നമ്മൾ വളരണം. യേശു ക്രിസ്തുവിൽ വേരൂന്നി നമ്മൾ വളരണം. യേശു ക്രിസ്തു നമ്മളുമായി എപ്പോഴും ഒരു ആത്മീക ബന്ധം പുലർത്തണം. യേശു ക്രിസ്തു നമ്മളുമായി പ്രാർത്ഥനയിലൂടെ സംഭാഷണം നടത്തണം. ദർശനങ്ങൾ നമ്മൾ കാണണം. ഇതിനെല്ലാത്തിനും ഏക മാർഗമെന്ന് പറയുന്നത് സാക്ഷാൽ ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളെ നാം പ്രമാണിക്കണം. ആരാണ് പ്രമാണിക്കുന്നത്? ആ വചനം പ്രമാണിക്കുന്നവനിലാണ് ദൈവത്തിൻ്റെ സ്നേഹം, ആ ദൈവത്തിൻ്റെ വിലപ്പെട്ട സ്നേഹം പ്രകടമാകുന്നതെന്ന് വേദപുസ്തകത്തിൽ 1 യോഹന്നാൻ സുവിശേഷത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഇത് വളരെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഹല്ലേലൂയ. വളരെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഹല്ലേലൂയ. അല്ലാതെ പ്രിയ ദൈവമക്കളെ, നമുക്ക് ദൈവമക്കളെന്ന് പറയാം, എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം. പക്ഷേ വേൽഡറ്റി ഉള്ളത് ഏതിനാണ്? നമ്മൾ യഥാർത്ഥമായി ദൈവവചനം പ്രമാണിക്കുമ്പോഴാണ് ദൈവം നമ്മളെ സ്നേഹിക്കാനായി തുടങ്ങുന്നത്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ നിങ്ങളായില്ലെങ്കിൽ അങ്ങനെ ആയി വരണം എന്നാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ഈ സമയം കൈമാറി തരുന്നത്. ഹല്ലേലൂയ. അതിൻ്റെ അടുത്ത് പറയുന്നു, നാം അവനിൽ ഇരിക്കുന്നു എന്ന് ഇതിനാൽ നമുക്കറിയാം, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഈ വിഷയം, അവനിൽ വസിക്കുന്നവൻ, അവൻ്റെ വകയായി തീരുന്നവൻ, അവൻ നടന്നതുപോലെ നടക്കണം. ഹല്ലേലൂയ. പലപ്പോഴും പലരോടും ഞാൻ ഈ വചനങ്ങളെ പ്രസ്താവിക്കുമ്പോൾ അവർ പറയുകയാണ്, യേശുവിനെ പോലെ ആർക്കും നടക്കാൻ കഴിയത്തില്ല, യേശുവിനെ പോലെ ആർക്കും ജീവിക്കാൻ കഴിയത്തില്ല. അവരുടെ ക്വസ്റ്റ്യൻ നല്ലതാണ്, പക്ഷേ ഞാൻ ഉത്തരം നിങ്ങൾക്ക് അങ്ങോട്ട് കൈമാറി തരാൻ ആഗ്രഹിക്കുന്നു. നോക്കുക, അവൻ നടന്നതുപോലെ നമ്മൾ നടക്കണം. ഹല്ലേലൂയ. എന്നാൽ അവൻ നടന്നതുപോലെ, അവൻ ഇരിക്കുന്നത് പോലെ നമ്മളും ഇരിക്കണം. ഹല്ലേലൂയ എന്നാ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ നടന്നതുപോലെ നമ്മൾ നടക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ. അത് ആർക്കാ കഴിയുന്നത്? അവനിൽ വസിക്കുന്നവർക്ക് മാത്രം. അവൻ നടന്നതുപോലെ നടക്കണമെങ്കിൽ അവനിൽ വസിക്കുന്നവർക്ക് മാത്രമാണ്. വേർപാടും വിശുദ്ധിയിലും അവനോടൊപ്പം ചേർന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് മാത്രമേ അവൻ നടന്നതുപോലെ നടക്കാനായിട്ട് കഴിയും. വേർപാടും വിശുദ്ധിയിലും കർത്താവിന് വേണ്ടി ഒരുക്കപ്പെട്ട പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഞാൻ പറയട്ടെ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിന് വേണ്ടി ഒരുക്കപ്പെട്ട യഥാർത്ഥ ഒരു വ്യക്തിത്വമാണെങ്കിൽ, നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഈ സായാഹ്ന സമയം കൈമാറി തരുന്നൊരു ദൂതുണ്ട്. അവൻ നടന്നതുപോലെ നിങ്ങൾ നടക്കണം.
പലരും പറയാറുണ്ട് അത് പറ്റത്തില്ല. ഞാനതിനെ വിശദീകരിച്ച് ഞാനതിനെ പഠിപ്പിക്കുവാൻ സ്വർഗം എന്നെ പലയിടങ്ങളിൽ സഹായിപ്പാനിടയായി തീർന്നു. ഹല്ലേലൂയ. യേശു കർത്താവ് നടന്നതുപോലെ നടക്കുവാൻ എല്ലാവർക്കും കഴിയും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിൽ യേശു കർത്താവിനെ പോലെ നടക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മളെ തെറ്റിക്കുന്നത് ലൂസിഫർ അഥവാ സാത്താനാണ്. ഹല്ലേലൂയ. അതിന് ഉദാഹരണം, യേശുവിൻ്റെ കൂടെ 12 വത്സല ശിഷ്യന്മാരും കൂടെ എപ്പോഴും എല്ലാ സമയവും പെർമനൻ്റായി കൂടെ ഉണ്ടായിരുന്നു. ടെമ്പററി ആയല്ല, പെർമനൻ്റായി യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. 12 പേരെയും യേശു ഒരുപോലെ സ്നേഹിച്ചു. ഹല്ലേലൂയ. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. 12 പേരെയും യേശു കർത്താവ് ഒരുപോലെ സ്നേഹിച്ചു. അവരെ ദൈവത്തിൻ്റെ അധികാര പത്രം കൊടുത്ത് ചെന്നായ്ക്കളുടെ നടുവിൽ അവരെ കുഞ്ഞാടുകളെ പോലെ എൻ്റെ പ്രാണപ്രിയൻ അവരെ അയച്ചു. വളരെ ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. 12 പേരും ആമേൻ ഒരുമിച്ച് ശുശ്രൂഷകളിലും എല്ലാ പ്രവർത്തന ആത്മീക മണ്ഡലങ്ങളിലും എൻ്റെ കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ 12 പേരും യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് കർത്താവ് പൂർണ്ണമായി മനസ്സിലാക്കി എന്ന് ഇതിൽ ആമേൻ 12 പേരും മനസ്സിലാക്കിയിരുന്നു. കർത്താവ് വളരെയധികം സ്നേഹിക്കുന്നു. പടകിലെ പ്രശ്നം വന്നപ്പോൾ കർത്താവ് കൂടെ വന്നു. ഇങ്ങനെ വിവിധ വിധത്തിലുള്ള പ്രതികൂലത്തിൽ കർത്താവ് ഞങ്ങളെ കൂടെ ഇരുന്നും അത്ഭുതങ്ങളെ ചെയ്തു. പക്ഷേ ഈ 12 പേരിൽ 2 പേരെ നമ്മൾ പരിശോധിക്കുമ്പോൾ 2 പേർ യേശുവിൻ്റെ കൂടെ നടന്നെങ്കിലും അവർ പിശാചിൻ്റെ അടിമനുഖത്തിലായിരുന്നു. പത്രോസ്, അതുപോലെ തന്നെ യൂദ. പിതാവായ ദൈവം കൊടുത്ത ആത്മാവിലുള്ള യേശു കർത്താവിനറിയാം ഇവർ 2 പേരും പോക്ക് വഴിതെറ്റിയാണ്. ഹല്ലേലൂയ. ഇവരുടെ ഉള്ളിൻ്റെ അകത്തെ വഞ്ചനയും ചതിവും പ്ലാനും എല്ലാം ഇങ്ങനെയാണെന്ന് ദൈവത്തിന് അറിയാം. ആൾറെഡി യേശു പറഞ്ഞത്, നീ എന്നെ 3 വട്ടം തള്ളിപ്പറയും, ആ സമയം കോഴി കൂകും. യൂദയോട് ദൈവം പറഞ്ഞു, നീ എന്നെ ചുംബിച്ചുകൊണ്ടാണ് ഒറ്റിക്കൊടുക്കുന്നത്. ഇതെല്ലാം ദൈവത്തിന് അറിയാൻ കഴിഞ്ഞു. പക്ഷേ ഇവിടെ പറയുന്നത് വളരെ വ്യക്തമായി നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, അവനിൽ വസിക്കുന്നവൻ അവൻ നടന്നതുപോലെ, ഹല്ലേലൂയ, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കണം. 10 പേർക്കും അതുപോലെ നടക്കാൻ കഴിഞ്ഞു. പക്ഷേ 2 പേർക്ക് അത് കഴിഞ്ഞില്ല. അവർ പിശാചിൻ്റെ അടിമനുഖത്തിലായി. അപ്പോൾ നമ്മൾ കർത്താവിൽ വസിക്കുന്നു എങ്കിൽ ഒരിക്കലും നമ്മളുടെ ഹൃദയം പിശാചിന് കൊടുക്കരുത്. ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചെങ്കിൽ ആ ദൈവാത്മാവ് തന്ന ആത്മാവിനെ കളങ്കപ്പെടുത്താൻ നമ്മൾ ജീവിക്കണം. ആ ആത്മാവ് നമ്മളിൽ ഉള്ളിടത്തോളം കാലം ആ പരിശുദ്ധാത്മാവിൽ നമുക്ക് കർത്താവിന് വേണ്ടി നടക്കുവാൻ, അവൻ നടന്നതുപോലെ നടക്കുവാൻ, അവൻ ജീവിച്ചതുപോലെ ജീവിപ്പാനൊക്കെ നമുക്ക് കഴിയും. ഹല്ലേലൂയ. ആമേ. വേദപുസ്തകത്തിൽ മറ്റൊരു ഭാഗത്തിൽ പറയുന്നു, ആമേ, ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നിങ്ങൾ ആയുധമായി ധരിക്കണം. ഇതെല്ലാം ധരിക്കാനായി കഴിയും. ഞാൻ അതിനെ തെളിയിക്കാൻ പോവുകയാണ്. മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ ഒരു ദൈവത്തിന് വേണ്ടി ഒരുക്കപ്പെട്ട വ്യക്തിയാണ്. ദൈവത്തിന് വേണ്ടി അവൻ നിലനിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അവൻ പലപ്പോഴും നമ്മളിൽ വീഴ്ചകൾ വരാറുണ്ട്, ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. നമ്മൾ ഒരു കാര്യം ചെയ്യാനായിട്ട് ആരംഭിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരാളിനെ കൊല്ലുക, അല്ലെങ്കിൽ ഒരാളുടെ വക മോഷ്ടിക്കുക, അല്ലെങ്കിൽ സ്വന്തം മാതാവിനോടും പിതാവിനോടും കള്ളം പറയുക, ഇതൊക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ അനുകൃതമായി മാതാവിനെ ഭയപ്പെടുത്തി പൈസ വാങ്ങുക, ദൂർത്തടിച്ച് നടക്കുക, കോളേജ് വിദ്യാഭ്യാസത്തിൽ സ്വത്രം കടന്നു പോകുമ്പോൾ അതിൻ്റെതായ ദൈവഹിതമില്ലാത്ത വഴികൾ തിരഞ്ഞെടുക്കുക. ഇതെല്ലാം നമ്മൾ അറിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. നമ്മളറിയാതെ ഒന്നും ചെയ്യത്തില്ല. ചില ആൻറ്റിമാരൊക്കെ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ട്, കർത്താവേ, ഞാൻ അറിയാതെ ചെയ്ത പാപത്തെ അങ്ങ് പൊറുക്കണമേ, ക്ഷമിക്കണം. ഒരിക്കലും മനുഷ്യൻ പാപം അറിയാതെ ചെയ്യത്തില്ല, അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. അവനേത് കാര്യം ചെയ്യാൻ കാൽക്കുലേറ്റർ ചെയ്യുന്നോ ഒന്നാമതായി അവൻ അതിൻ്റെ ബ്രെയിനിനകത്ത് കൊണ്ടുവരും. ഹല്ലേലൂയ. ബ്രെയിനിനകത്ത് അവൻ കൊണ്ടുവന്നതിന് ശേഷം, അല്ലെങ്കിൽ അവൾ കൊണ്ടുവന്നതിന് ശേഷം, അവൾ അവിടെ വച്ച് ആ ചെയ്യുന്ന പ്രവൃത്തിയെ വ്യക്തമായി മനസ്സിലാക്കും. അവൾക്ക് അപ്പോഴറിയാം, ഞാൻ ദൈവത്തിന് വേണ്ടി ഒരുക്കപ്പെട്ട വ്യക്തിത്വമാണ്, അല്ലെങ്കിൽ അവനറിയാം ഇത് ചെയ്യാൻ പാടില്ല, ഈ ചെയ്യാൻ പോകുന്നത് ദൈവത്തിന് ഹിതമില്ലാത്തതെന്നും അവൻ്റെ ബ്രെയിനിനകത്ത് അവന് ചിന്തിക്കാൻ ആൾറെഡി അപ്പോൾ തന്നെ ഒട്ട പിശാചെ വിട്ടുപോയെന്ന് പറഞ്ഞിട്ട് അവന് മടങ്ങി വരാനായിട്ട് കഴിയും. ആൾറെഡി അവിടെയാണ് നമ്മൾ ജയം പ്രാപിക്കേണ്ടത്. ഹല്ലേലൂയ.
പലപ്പോഴും പരാജയങ്ങൾ വരുന്നത്, പ്രതികൂലങ്ങൾ വരുന്നതെല്ലാം നമ്മൾ ക്രിസ്തുവിന് വേണ്ടി ഒരുക്കപ്പെട്ടതിന് ശേഷം വീണ്ടും നമ്മൾ സാത്താൻ്റെ അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകുന്നത് കൊണ്ടാണ്. ഇവിടെ വേദപുസ്തകത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ അറിയാം, വളരെ വ്യക്തമായി യോഹന്നാൻ സുവിശേഷത്തിൽ അത് രേഖപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന. അപ്പോൾ നമ്മൾ ഇതിനെ ചിന്തിക്കുമ്പോൾ നമുക്ക് അവിടെ വെച്ച് ഒന്ന് നമുക്ക് അറിഞ്ഞുകൊണ്ട് കുറ്റം ചെയ്യാനായിട്ട് പിശാചി നമ്മളെ പ്രേരിപ്പിക്കും. അറിയാതെല്ല, അറിഞ്ഞുകൊണ്ട് അവൻ നമ്മളെ കൊണ്ട് അത് ചെയ്യിക്കുവാൻ ഇങ്ങനെ ക്യാൻവാസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ മോഷ്ടിക്കാൻ പോകുന്ന കാര്യം, അല്ലെങ്കിൽ നമ്മൾ സ്തോത്രം മറ്റൊരാളിനെ ഉപദ്രവിക്കാൻ പോകുന്ന കാര്യം നമ്മുടെ ബ്രെയിനിനകത്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് അവിടെ വെച്ച് അത് ചെയ്യാൻ പാടില്ല. എൻ്റെ പിതാവാണ്, എൻ്റെ പിതാവിനെ അങ്ങനെ പറയാൻ പാടില്ല, അത് എന്നെ വളർത്തിയ എൻ്റെ പിതാവാണ്. മാതാവിനെ അങ്ങനെ പറയാൻ പാടില്ല, എന്നെ വളർത്തിയ മാതാവാണ്. അങ്ങനെ പറയാൻ പാടില്ല, അത് പാപമാണെന്ന് മനസ്സിലാക്കിയാൽ ആ അപ്പൻ ആ മകൾക്കോ മകനോ പിതാവിനെയോ മാതാവിനെയോ സ്തോത്രം തിരിച്ച് എതിർത്ത് നിൽക്കാതെ അവർക്ക് അവിടെ സറണ്ടർ ആകാനായി കഴിയും. ഹല്ലേലൂയ. മനഃപൂർവം മാതാവിനെ ഉപദ്രവിക്കുവാൻ, പിതാവിനെ ഉപദ്രവിക്കുവാൻ ഇന്ന് തലമുറകൾക്ക് ഒരു പേടിയുമില്ല. എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം അവരങ്ങ് കയ്യിലെടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ അവർ പാപവും ശാപവും പേറിക്കൊണ്ട് ഇന്ന് ഈ ഭൂമുഖത്ത് ജീവിക്കുകയാണ്. ഒത്തിരി മാതാപിതാക്കൾ വിളിച്ച് എന്നോട് ഈ വിഷയങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെയിനിനകത്ത് നമ്മൾ ചിന്തിക്കുന്നത് ദൈവഹിതമാണെങ്കിൽ നമുക്കത് ചെയ്യാം, ദൈവഹിതമില്ലെങ്കിൽ അത് ലൂസിഫറിൻ്റെ പരിപാടി നമുക്ക് അവോയ്ഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ പാപത്തിൽ നിന്നും വിമുക്തരായി നീതിപ്രവർത്തികൾ ചെയ്യുവാൻ തക്കവണ്ണം ആത്മാവ് നമ്മളെ പ്രേരിപ്പിക്കാനിടയായിത്തീരും. അങ്ങനെ നമ്മൾ ആത്മാവിൽ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ സമൂഹത്തിൽ നമ്മളെ ദൈവം മാനിപ്പാനിടയായിത്തീരും. സമൂഹത്തിൽ ദൈവം നമ്മളെ നിലനിർത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അങ്ങനെ സ്വതന്ത്രം ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 19 ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ഇന്ദ്രിയജയ, പരോപകാരം, ഇങ്ങനെയുള്ള കുറച്ച് ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഭാവം നമ്മളിൽ ഉള്ളിടത്തോളം കാലം നമുക്ക് കർത്താവിനുവേണ്ടി നിലനിൽപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആയതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാന്യ പ്രേക്ഷകരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നമുക്ക് ആയുധമായി ധരിക്കാനായിട്ട് കഴിയും. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, നാം ക്രിസ്തുവിൻ്റെ മക്കളാണെന്ന് ഉറപ്പ് ഒന്ന് വരുത്തുക. നമ്പർ 1. നമ്പർ 2, നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം നമ്മുടെ ബ്രെയിനകത്ത് നമ്മൾ കൊണ്ടുവരും. നമ്മുടെ ചിന്താ മണ്ഡലമാണ് നമ്മുടെ ബ്രെയിൻ. അതിനകത്ത് വരുമ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ട പൈതലാണ്, മാനസാന്തരപ്പെട്ട പൈതലാണ്, പിന്നെ ഞാൻ പുകവലിക്കാൻ പാടില്ല, പിന്നെ ഞാൻ പാൻപരാഗ് വയ്ക്കാൻ പാടില്ല, പിന്നെ ഞാൻ ദൈവഹിതമില്ലാത്ത പ്രവൃത്തിയിൽ പോകാൻ പാടില്ല, ഞാൻ കർത്താവിന് വേണ്ടി ഒരുക്കപ്പെട്ടവൻ്റെ പുസ്തകത്തിൽ പേരെഴുതിയ വ്യക്തിത്വമാണ് എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയാൽ നമുക്ക് ആ പ്രവൃത്തിയെ പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തു വിളിച്ച വിളിക്കൊത്തവണ്ണം അവൻ്റെ ഭാവം തന്നെ ആയുധമായി ധരിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് കഴിയും. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ പ്രിയ ദൈവമക്കളെ, സ്തോത്രം, ജോസഫിൻ്റെതായ ആ ജീവിത അനുഭവങ്ങൾ, ഹല്ലേലൂയ, ഒത്തിരി ജീവിത മേഖലകളിൽ നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായി പഠിക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മുടെ സ്തോത്രം ജീവിത മേഖലകളിലേക്ക് നാം വരുമ്പോൾ പലപ്പോഴും തകർക്കുവാൻ പിശാച് കടന്നു വരും. ഹല്ലേലൂയ. അവിടെയെല്ലാം ദൈവം നമ്മളെ നമുക്ക് ദൈവം തന്ന യുക്തിക്കും ജ്ഞാനത്തിനും പരിജ്ഞാനത്തിനും ഒത്തവണ്ണം നമുക്ക് പിശാചിനെ ആയുധം വെച്ച് പാതാളത്തിൽ ബന്ധിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ സ്വതന്ത്ര വചനപ്രകാരം മുൻപോട്ട് പോകാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. നോക്കുക, അനുഭവങ്ങൾ ഒരുപാട് നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ ഭാവം നമ്മളിൽ ഉണ്ടായിരുന്നാൽ ഒരിക്കലും ദൈവം നമ്മളെ പരാജയപ്പെടുവാൻ തക്കവണ്ണം ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. ആ കർത്താവ് നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ നടത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആ ഒരു നല്ല അനുഭവം നമ്മളിൽ ഉണ്ടാകണം. അതുപോലെ തന്നെ 1 യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടൊട്ടുമേ ഇല്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. ഹല്ലേലൂയ. അവനിൽ ഇരുട്ടൊത്തുമല്ല, മൊത്തം വെളിച്ചമാ. അവൻ വെളിച്ചത്തിൽ വസിക്കുന്നത് പോലെ നമ്മളും വെളിച്ചത്തിൽ വസിക്കുന്നവരായി തീരണം.
അവനുമായിട്ടുള്ള ഒരു ആത്മീക ബന്ധത്തിൽ നമ്മൾ ജീവിക്കാൻ തക്കവണ്ണം പ്രിയ ദൈവമക്കളെ നമ്മൾ തയ്യാറായി തീരണം. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് നടന്നതുപോലെ നമുക്ക് നടക്കുവാൻ തക്കവണ്ണം നമ്മൾ സ്വതന്ത്രം തയ്യാറാകണം. ഹല്ലേലൂയ. അതുപോലെ തന്നെ 1 യോഹന്നാൻ എഴുതിയ സുവിശേഷം തന്നെ സ്തോത്രം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ സ്തോത്രം 2-ാം അധ്യായം തന്നെ അതിൻ്റെ 25-ാം വാക്യം, അവൻ നമുക്ക് തന്ന വാഗ്ദത്തം നിത്യജീവൻ തന്നെ, നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഹല്ലേലൂയ. നോക്കുക, സ്തോത്രം, അവൻ നമുക്ക് തന്ന വാഗ്ദത്തം നിത്യജീവൻ തന്നെയാണ്. ഹല്ലേലൂയ. അവൻ ആ നിത്യരക്ഷയെ മുറുകെ പിടിച്ചുകൊണ്ട് ആ കർത്താവിനോട് ജീവിക്കുവാനാണ് അവൻ നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. ആ ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ ആയുധമായി ധരിച്ചുകൊണ്ട് ആ കർത്താവിന് വേണ്ടി നിലനിൽക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. അതുപോലെ തന്നെ 1 പത്രോസ് എഴുതിയ ലേഖനം പഠിക്കുമ്പോൾ അതിൻ്റെ 4-ാം അധ്യായത്തിൽ പറയുന്നു, ഹല്ലേലൂയ, ശേഷിച്ചിരിക്കുന്ന അല്പകാലം ഇനി മനുഷ്യരുടെ ഇഷ്ടത്തിനല്ല, സാക്ഷാൽ യേശു ക്രിസ്തുവിൻ്റെ ഇഷ്ടത്തിന് നമ്മൾ ജീവിക്കണം. അതിനുവേണ്ടി ഹല്ലേലൂയ, സ്തോത്രം, അതിനുവേണ്ടി എന്ത് ചെയ്യണം? ചില പാപ സ്വഭാവങ്ങളെ വിട്ട് ക്രിസ്തുവിൻ്റെ അതേ സ്വഭാവം തന്നെ നമ്മൾ ആയുധമായി ധരിക്കണം. ആ ഒരു നല്ല കാഴ്ചപ്പാട് നമ്മളിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മളെ ക്വാണ്ടിറ്റി കണ്ടിട്ടല്ല നമ്മളെ അനുഗ്രഹിക്കുന്നത്, ക്വാളിറ്റി കണ്ടിട്ട് അനുഗ്രഹിക്കുന്നത്. നല്ല ക്രിസ്തുവിൻ്റെ ഭാവം ആയുധമായി ധരിച്ചുകൊണ്ട് ആ ക്രിസ്തുവിനെ നിലനിൽക്കുവാൻ തക്കവണ്ണം എൻ്റെ ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും തയ്യാറാകണമെന്ന് ഞാൻ ദൈവനാമത്തിൽ സ്തോത്രം ആലോചന പറയുകയാണ്. ആയതിനു വേണ്ടി, അങ്ങനെ ജീവിക്കുന്നതിന് വേണ്ടി സ്തോത്രം വേദപുസ്തകം നാം പഠിക്കുമ്പോൾ അത് 1 യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൽ തന്നെ 15-ാം വാക്യത്തിൽ പറയുന്നു, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. അപ്പോൾ ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകത്തിലുള്ളതിനെ ആര് സ്നേഹിക്കുമോ അവർക്ക് ഒരിക്കലും കർത്താവിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാനായിട്ട് കഴിയത്തില്ല. ക്രിസ്തുവിൻ്റെ ഭാവത്തിൽ തന്നെ സ്തോത്രം ജീവിക്കാനായിട്ട് കഴിയത്തില്ല. അവൻ്റെ ഭാവം തന്നെ ആയുധമായി ധരിക്കാനായിട്ട് കഴിയത്തില്ല. അതിനുവേണ്ടി ലോകത്തിലുള്ളതിനെയും നമ്മൾ ഉപേക്ഷിച്ച് കളയുക. ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി പറയുന്ന ഒരാലോചനയാണ്. ഹല്ലേലൂയ. സ്തോത്രം, നമ്മൾ നേരത്തെ കുറിവാക്യമായി വായിച്ചു 5-ാം വാക്യം. ഹല്ലേലൂയ. അവൻ്റെ വചനം പ്രമാണിക്കുന്നവനിൽ ദൈവസ്നേഹ വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. ഇവിടെ പറയുന്നു, ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നു എങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം ഇല്ല. അപ്പോൾ ലോകത്തെ സ്നേഹിക്കുന്നവൻ എന്തില്ല? സ്തോത്രം, ദൈവസ്നേഹം അവനിലില്ല. അത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ലോകത്തെ ആര് സ്നേഹിക്കുന്നു അവനിൽ ദൈവസ്നേഹമില്ല. ദൈവത്തിൻ്റെ ഭാവം അനുസരിച്ച് ജീവിക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവരിൽ ആണ് വാസ്തവമായി ദൈവസ്നേഹം തികഞ്ഞിരിക്കുന്നത്. വചനം പ്രമാണിക്കുന്നവരിലാണ് ദൈവിക അനുഗ്രഹങ്ങളും നന്മകളും ദൈവം തരുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ മാന്യ പ്രേക്ഷകരെ, യൂട്യൂബിൻ്റെ പ്രോഗ്രാം കാണുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചിരിക്കാൻ ആ ഭാവം തന്നെ നമ്മൾ ആയുധമായി ധരിക്കണം. കർത്താവിന് വേണ്ടി അബ്രഹാം ഒരുക്കപ്പെട്ട ജീവിതം നയിക്കണം. ഒരിക്കലും ക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കാൻ കഴിയത്തില്ലെന്ന് പിശാച് പറയുന്ന മണ്ടത്തനത്തെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി അതുപോലെ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിൽ വരുവാൻ കൃപയാൽ ദൈവം നിങ്ങളെ അതിനായിട്ട് പ്രേരിപ്പിക്കട്ടെ. ആ ഒരു അനുഭവത്തിൽ ജീവിക്കാൻ ദൈവാത്മാവ് കൃപ തരട്ടെ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗ്ഗീയ കർത്താവേ, നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ. കേൾപ്പിച്ച നല്ല ദൈവിക ദൂതുകൾക്കായി സ്തോത്രം. ഇത്രത്തോളം ഞങ്ങളെ നീ അനുഗ്രഹിച്ചതുകൊണ്ട് നന്ദി കർത്താവേ. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ ഭാവത്തിൽ ജീവിക്കുവാൻ, അതിൽ വളരുവാൻ കർത്താവേ, അപ്രകാരം ദൈവസ്നേഹത്തിൽ നിലനിൽക്കുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കണമേ. ഇന്ന് ഈ പ്രോഗ്രാം മത്സര കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ വചനം കേട്ട എല്ലാ മാന്യ പ്രേക്ഷകരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പാ, ക്രിസ്തുവിൻ്റെ ഭാവത്തിൽ വളരുവാൻ, ജീവിക്കുവാൻ എല്ലാവരെയും ദൈവം പ്രാപ്തരാക്കണം. എല്ലാവരെയും ദൈവം സഹായിക്കണം കർത്താവേ. ഒരിക്കലും കർത്താവേ, ദൈവമേ, അറിയാതെ എല്ലാ പാപം ചെയ്യുന്നത് അറിഞ്ഞുകൊണ്ടാണ്. ആയതുകൊണ്ട് അത് മനസ്സിലാക്കി അതിനെ അവോയ്ഡ് ചെയ്ത് ക്രിസ്തുവിൽ ഒരുമിച്ച് നിന്ന് വളർന്ന് കർത്താവിൻ്റെ ഭവനത്തിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ എല്ലാവരെയും സഹായിക്കണം. എല്ലാ മഹത്വവും പുകഴ്ചയും ബഹുമാനവും ഞാൻ അവിടത്തേക്ക് തരുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ
നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ ഈ നല്ല സായാഹ്ന സമയത്തിനായി സ്തോത്രം. എൻ്റെ ഈ പ്രോഗ്രാം കണ്ട എല്ലാ മാന്യ പ്രേക്ഷകരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൊഫസറിയുടെ കുടുംബത്തെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനി നമ്മൾ ഒരാഴ്ചയ്ക്ക് ശേഷം ഒരുമിച്ച് കൂടി വരും വരെയും എല്ലാവരെയും സുഖഭദ്രമായി ദൈവം കാത്തു പരിപാലിക്കട്ടെ. ഈ വരുന്ന പ്രതികൂലങ്ങളെല്ലാം ദൈവം മാറ്റി തുടർന്ന ദിവസങ്ങൾ വളരെ സന്തോഷത്തോടു കൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. ഇനി നമ്മൾ ഒരുമിച്ച് കൂടി വരും വരെയും ദൈവം ഉൾക്കരത്തിൽ വഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ഒരു പ്രോഗ്രാം ഇനി ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് ദയവായിട്ട് ഞങ്ങളെ അറിയിക്കുക. പ്രധാനം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയമാണ്. ദൈവം ഒരു അത്ഭുതത്തെ ചെയ്താൽ കർത്താവിന് വേണ്ടി ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നതിൽ ഒരിക്കലും നമുക്ക് ദൈവം പ്രതിഫലം തരാതെ പോകത്തില്ല. ദൈവം പ്രതിഫലം തരും. നിങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലസ് യു. അല്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ ഞാൻ പറന്നു വേഗമെൻ്റെ പരമൻ്റെ സവിധത്തിൽ മോക്ഷമാം വീട്ടിലാ ചെന്നു ചേരും. എൻ്റെ ആധികളൊക്കെയും അന്നു തീരും. ഇനി അല്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ ഞാൻ പറന്നു വേഗമെൻ്റെ പരമൻ്റെ സവിധത്തിൽ. സ്വന്ത കണ്ണാൽ എൻ്റെ പ്രിയനേശുവേ മാറുമന്നൻ മണ്ണിലുള്ള കഷ്ടതകളാകവേ. കാണും ഞാൻ സ്വന്ത കണ്ണാൽ എൻ്റെ പ്രിയനേശുവേ മാറുമന്നൻ മണ്ണിലുള്ള കഷ്ടതകളാകവേ. കോടി കോടി വാനഗോളം താണ്ടി ഞാനും ചേരുമേ. നാളതോർത്താലെത്രയോ ആനന്ദമേ ആനന്ദമേ. കോടി കോടി വാനഗോളം താണ്ടി ഞാനും ചേരുമേ. നാളതോർത്താലെത്രയോ ആനന്ദമേ ആനന്ദമേ. ഇനി അല്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ ഞാൻ പറന്നു വേഗമെൻ്റെ പരമൻ്റെ സവിധത്തിൽ.
ശോഭയുള്ള നാടതാണൻ ശാശ്വതമാം വീടകോ. ശോഭിച്ചിടും നീതി സൂര്യൻ ക്രിസ്തു നിത്യശോഭയാൽ. സൂര്യചന്ദ്രതാരകങ്ങൾ വേണ്ടയാ നാടതിൽ. നാഥൻ ശോഭ പ്രാപിച്ചങ്ങ് ഞാനും ശോഭിക്കും, ഞാനും ശോഭിക്കും. സൂര്യചന്ദ്രതാരകങ്ങൾ വേണ്ടയാ നാടതിൽ. നാഥൻ ശോഭ പ്രാപിച്ചങ്ങ് ഞാനും ശോഭിക്കും, ഞാനും ശോഭിക്കും. ഇനി അല്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. ഞാൻ പറന്നു വേഗമെൻ്റെ പരമന്റെ സവിധത്തിൽ. രോഗമേറും ശരീരം ഇന്നെനിക്കു സ്വന്തമേ. രോഗമില്ലാവിൻ ശരീരം അന്നു ഞാനും പ്രാപിക്കും. രോഗമേറും ശരീരം ഇന്നെനിക്കു സ്വന്തമേ. രോഗമില്ലാവിൻ ശരീരം അന്നു ഞാനും പ്രാപിക്കും. ഓർക്കുകിൽ എൻ്റെ ഉള്ളം മോദിച്ചിടും നേരമേ. നിത്യകാലം കർത്തനുമായി ഒത്തുവാണിടാം, ഒത്തുവാണിടാം. ഓർക്കുകിൽ എൻ്റെ ഉള്ളം മോദിച്ചിടും നേരമേ. നിത്യകാലം കർത്തനുമായി ഒത്തുവാണിടാം, ഒത്തുവാണിടാം. ഇനി അല്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. ഞാൻ പറന്നു വേഗമെൻ്റെ പരമന്റെ സവിധത്തിൽ. മോക്ഷമാം വീട്ടിലാൻ ചെന്നു ചേരും എൻ്റെ ആധികളൊക്കെയും.